പതിവ് പോലെ ഇന്നും ഈ ഒരു ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ഒരു രാവിലെ തുടങ്ങുന്നത്. ഓണക്കായ കാരണം തോന്നുന്നു വീട്ടിലും പോയി നിന്നില്ല. അപ്പം അത്യാവശ്യം നല്ല ഫുഡ് അടി തന്നെയായിരുന്നു. പക്ഷേ വെയിറ്റിലൊന്നും വലിയ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്കിതാ ഇപ്പം ഇന്ന് മുതൽ ഡയറ്റിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും തോന്നിയിട്ടുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഗ്രീൻ ടീയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഗ്രീൻ ടീ ആണെന്ന് ഓരോ ദിവസം ഓരോ കളറാണ് കേട്ടോ. ഇന്നിതപ്പോൾ നല്ല കടുത്ത കളറാണ്. ചില സമയത്ത് എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോഴേക്കും കളർ പോയി. ഞാൻ ഈ ഗ്രീൻ ടീയിൽ തന്നെ അത്യാവശ്യം ഒരു 3-4 തവണയൊക്കെ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ അതുകൊണ്ട് അവസാനം പല പല കളറിലാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇന്നതേ കുറച്ച് നേരത്തെ തന്നെ പണികളൊക്കെ ഒരുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. സനുക്കുട്ടി ഇപ്പോൾ വെക്കേഷന് ശേഷം ഇന്നല്ലേ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകണം. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക, ഈ ഒരാഴ്ച ഉള്ള പോലെ അല്ലല്ലോ, ഇപ്പോൾ ചേഞ്ച് വന്നില്ലേ. ഇത്രയും ദിവസം നമുക്ക് എത്ര മണി വരെ വേണിച്ചാലും കിടന്നുറങ്ങാം. പക്ഷേ ഇപ്പോൾ നേരത്തെ നീക്കണം, ഇനി സ്കൂളിലേക്ക് പറഞ്ഞു വിടേണ്ട ആ ഒരു തിരക്കൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നീച്ച് വന്ന ഉടനെ നേരെ കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചതിന് ശേഷം അരി കഴുകുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആരും തന്നെ ചോറ് വെക്കാനുള്ള ഒരു ഇതിലാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ അടുപ്പത്ത് ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കുന്നതല്ലേ നല്ലത്. അത് വേകുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ ഏകദേശം തീരും. ഇന്നിതേ അടുപ്പത്താണ് കേട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വെള്ളം വെക്കുമ്പോഴേക്കും ഞാൻ ആ ടൈമിൽ വേഗം തുടയ്ക്കാനാണ് കേട്ടോ നോക്കിയത്. തുടയ്ക്കാൻ നോക്കിയപ്പോൾ ആ തുടപ്പിൻ്റെ ആ തുണിയൊക്കെ ഏകദേശം വിട്ടിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. തുടയ്ക്കാനൊരു സുഖം ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നല്ല തിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു പഴയ മാക്സിയാണ് കേട്ടോ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പച്ച കളറ്. നമുക്കിങ്ങനെ തുടപ്പിൻ്റെ കോലല്ലാണ്ട് ഈ ഒരു തുണി മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. സത്യം പറഞ്ഞാൽ മടിയാണ് ഇനി അത് വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ വെള്ള മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അതിലാകുമ്പോൾ നമ്മൾ തുടച്ച പെട്ടെന്ന് കളറ് പിടിക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു മാക്സി വെച്ചത്. നമ്മൾ എന്തായാലും വാങ്ങും, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മാക്സി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണേ. സനു ഇതേ ഇന്നിപ്പോൾ നേരത്തെ നീച്ച് വന്നിട്ടുണ്ട്. എന്നത്തെയും പോലെയല്ല കേട്ടോ. അവൾ തലേ ദിവസം തന്നെ അവൾക്ക് അറിയായിരുന്നു നാളെ സ്കൂളുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നേരത്തെ നീച്ച് വന്നത്. പിന്നെ എന്താ പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ പഠിക്കാത്ത കുട്ടിയാണ്. നീച്ച് വന്നിട്ട് ബുക്കൊക്കെ എടുത്ത് പഠിക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബുക്ക് എടുത്തത് എന്നോട് വേഗം പഠിപ്പിച്ചതായി. ഞാൻ എന്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സെക്കൻഡ് ടേം ആണ് ബുക്കൊക്കെ എടുക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിലത്തെ എന്താ ഞാൻ പഠിപ്പിച്ച് കൊടുക്കുക. അവൾക്കാണ് അതിലത്തെ എന്തെങ്കിലുമൊക്കെ വായിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ആ ടെക്സ്റ്റിലത്തെ 2-3 വാക്കുകളൊക്കെ വായിച്ച് അങ്ങനെ ആ ഒരു ടൈം നീക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ദോശ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിനിടയിൽ ഇതേ സനു സെക്കൻഡ് ടേം ടെക്സ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പക്ഷെ ഞാനതിന് നെയിം സ്ലീപ്പിൽ അവളുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ആ ഒരു ടൈമിൽ ഫുള്ള് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. ഓരോ സമയത്ത് അപ്പോൾ പേര് എഴുതാലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയതാണ്. ഞാനിപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോഴാണ് പിന്നെ പേര് എഴുതി കൊടുത്തിട്ട് പിന്നെ ദോശയിൽ നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. എൻ്റെ ദോശക്കല്ല് മാറ്റാറായിട്ടുണ്ട്. ഏകദേശം കോട്ടിങ്ങൊക്കെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും അതിൽ നന്നായിട്ട് എടുത്താൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത്. മാറ്റണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണത് കേട്ടോ. കുറച്ച് കുഞ്ഞു കുറച്ച് കറി കഴിക്കണം. ദോശയും തലേ ദിവസം കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ കൊടുത്തത്. ഇപ്പം കുറച്ചൊരു 2-3 ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ. അല്ലെങ്കിൽ പിന്നെ എരിവ് തൊടാത്ത ആളല്ലേ. അപ്പോൾ എന്താണെന്നറിയില്ലേ, മീൻ കറി കൂട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിത്ര. അതുകൊണ്ടാണ് ഇത്ര മീൻ കറി കൂട്ടുന്നത്. പിന്നെ നമ്മുടെ കുമ്പളങ്ങയുടെ ഒക്കെ പോയിട്ട് അപ്പോൾ അവസാനം 1-2 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ടില്ലേ, അതിൻ്റെ ഇലയൊക്കെ ആകെ പഴുത്ത് മഞ്ഞ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നില്ല തോന്നുന്നു. ലാസ്റ്റത്തെ ഈ ഒരെണ്ണമാണ് കേട്ടോ അവിടെ നിൽക്കണത്. ഇവിടുത്തെ മുറ്റം എത്ര അടിച്ച് വാരിയില്ല, ഇങ്ങനെ മണ്ണ് കൊണ്ട് അഭിഷേകമാണ് കേട്ടോ. എത്ര മണ്ണിങ്ങനെ വാരി കൂട്ടണം, അതുപോലെ തന്നെ പിറ്റേ ദിവസം പെരുകും തന്നെ പറയാം. എന്താ പറയുക, മണ്ണ് ശാപം തന്നെ പറയുക. അത്രത്തോളം മണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി നമ്മുടെ ഓണത്തിന് കൊണ്ടുവന്ന ചാണകം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഓരോ ദിവസവും ചാണകം നന്നായിട്ട് തെളിച്ച് കൊടുക്കും. എന്നാൽ പോലും മണ്ണ് ഒതുങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സനുക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഓടയാണ് ഉണ്ടാക്കിയത്. ഓട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാനു. ഞാനിതാ വോയിസ് കൊടുക്കണതിൻ്റെ ഇടയിൽ സനുക്കുട്ടിയാണ് ഇടയിൽ കയറിയിട്ട് വോയിസ് കൊടുക്കുന്നത്. സനുവിന് മാത്രമല്ല നമ്മുടെ കുഞ്ഞാറ്റിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓട. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭം.
എന്താ പറയുക, പുറത്തുനിന്ന് നമ്മൾ 5 രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ വാങ്ങുമ്പോൾ, ലൂസായിട്ട് ഇങ്ങനെ വാങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ തന്നെ അത്യാവശ്യം ഇങ്ങനെ ഓട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രത്തിലാണെച്ചാൽ കറക്റ്റായിട്ട് ഓട ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. മുകളിലെ വെള്ളപ്പാത്രം അടയ്ക്കുന്നത് കാരണമായിരിക്കും. അതൊക്കെ പൊട്ടിയിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യത്തിന് ഓട ആക്കിയിട്ടുണ്ടായിരുന്നു. 1 2 ആക്കിയാൽ പോരാ, അവളുടെ കൂട്ടുകാരത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നിറച്ച് ഓട ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ടേസ്റ്റ് അല്ലേ അത് കഴിക്കാനായിട്ട്, 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ എന്നത്തെയും പോലെ ചുമര് വൃത്തിയാക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സുന്ദരി പെണ്ണാണ്. അയ്യോ അതിങ്ങനെ ചെത്തിതാകണ്ട കുഞ്ഞാ, ഇല്ല പെൻസിലൊക്കെ ഇട്ട് വായോ കുഞ്ഞാ. ഇതന്നെയാണ് നേരം വൈകിയിരിക്കുമ്പോ. അയ്യോ എല്ലാം ചെത്തിയിട്ട് അങ്ങനെ നാശാക്കണ്ട പൊന്നാ. വായോ വായ 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 പൊന്നാ. കളർ പിന്നെ അടിക്കാം. നേരെ നിൽക്ക്. കാത്തുമേലെ എങ്ങനെ കളിക്കുക? എങ്ങനെ പാട്? കാത്തുമേലെ പാട്. അമ്മ പാടി ഇവരെ കൂടി. കുഞ്ഞ പാട് പാട് സനിയ. ഉറക്ക പാട്. മാവച്ചി മാമിക്കുള്ള പല സുഖമായിരുന്നല്ലേ. നീല റിബൺ കാണാനില്ല, അപ്പം ഞങ്ങൾ ചുമപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൂല്ലേ സനിയോ? അന്ന് ഞങ്ങളൊക്കെ ഒതുക്കിയതാ. അതെങ്ങനെ നമുക്ക് ഇപ്പം 10 ദിവസമായില്ലേ സ്കൂൾ പൂട്ടിയിട്ട്. അപ്പം ഇനിയിപ്പോൾ ഒക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വേണം. വായോ മരുമേൽ കണ്ണു. ഈ നേരത്തെ അവിടെ കളർ അടിക്കില്ലേ? കളർ പിന്നെ അടിക്കാം, സ്കൂളിൽ പോയി വന്നിട്ട് അടിക്കാം. വയ്യ വയ്യ. അതിൽ ഇതിനുണ്ട് കണ്ണുണ്ട്, അല്ല പൊട്ടൂറുണ്ട്. വായോ കിട്ടിയ ഗ്യാപ്പ് പോലെ കണ്ണ് മോളിക്കാക്ക്. ഇത് കണ്ണേ കണ്ണ് മോളിക്കാക്ക്. മോളിക്കാക്ക് ഇങ്ങനെ കണ്ണ് ചെയ്തല്ലേ മോളിക്കാക്ക്. ഇത് നേർന്ന കൺവെൻഷൻ അല്ലാതെ സുഖം എഴുതാനും അമ്മ സുഖം തന്നെയല്ലേ ഇതൊരു ഇക്കടെ പഞ്ഞാണ് എന്താ കാണിക്കുന്നത്. നേറില്ലേ തായോ 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 പാല് വയ്ക്കണോ? വേണ്ട. സൂപ്പറായി തൊട്ടെ. നോക്ക് സൂപ്പറായില്ലേ? അടി തുറക്കരുത് കേട്ടോ. തുറക്കല്ലേ, ഒന്നും ചെയ്യല്ലേ. എന്താ കുഴപ്പമില്ല. ഇങ്ങോട്ട് തുറക്കല്ലേ കേട്ടോ. തുറക്കല്ലേ. തുറക്കല്ലേ കേട്ടോ.
സുന്ദരിപ്പനായിട്ട് കേട്ടോ. ഇനി അന്വേഷിച്ച അടുപ്പൊക്കെ കത്തുന്നല്ലേ. ഞാനും കൂടി അടുപ്പ് കുത്തിയടിച്ചാലോ. കണ്ണ് നേരണ്ടല്ലോ കുഞ്ഞ, തുറക്കണ്ട. നീ കണ്ണിൻ്റെ ഉള്ളിലേ എഴുതല്ല കേട്ടോ. കണ്ണ് നേറുണ്ട്, വേറെ കൺമഷി വാങ്ങാം. നമുക്ക് ഉണങ്ങട്ടെ. അയ്യോ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണ് നേറുണ്ട് കേട്ടോ. അമ്മ ഒരു തരാം, വായോ. നല്ല നേറുണ്ടോ? കണ്ണിൻ്റെ ഉള്ളിൽ ഏതുണ്ടായിരുന്നു അല്ലേ അമ്മ വരുമ്പോൾ കണ്ടീഷൻ. ഇതിപ്പോൾ പുതിയത് വാങ്ങിയത്, അത് അടപ്പില്ലാണ്ട് വെച്ചിട്ടാ തോന്നുന്നു. ഒരു കണ്ണ് എഴുതാൻ അപാരതയാണ് ഇത് കണ്ണ്. സനുവിൻ്റെ കാക പരന്നൂലേ. സനു നോട്ടെ, ഞങ്ങളുടെ ഇന്നത്തോടെ ആ കൺവെൻഷൻ കൊണ്ട് കണ്ണ് എഴുതി കഴിഞ്ഞു. പരന്നൂലേ. വെറുതെ അല്ല കുട്ടി കണ്ണ് നേറിണ്ട് പറയുമ്പേ. പഠിക്കണേ, ഇനി സ്കൂളിലേക്ക് പോയിട്ടല്ലേ പഠിക്കുക. പരീക്ഷയ്ക്ക് നേരെ വേണം പഠിക്കാൻ വരുമ്പോ. ചട്ടൊന്നും വേണ്ട. ഇന്ന് പരീക്ഷയല്ല പൊന്നാ. പരീക്ഷയ്ക്ക് നേരെ വേണം പഠിക്കാൻ പറയുമ്പോൾ പഠിക്കില്ല. എന്നപ്പോൾ അവൾക്ക് സ്കൂളിൽ തുറക്കുമ്പോഴാണ് പഠിക്കുന്നത്. വായോ ഇനി പോവാം, അച്ഛമാക്കും. അതിൽ പേരെഴുതിയുണ്ട്. വായ ഉണ്ണി നീച്ച്. ഓ സുന്ദരിപ്പെണ്ണായിണ്ട്. ചെരുപ്പ് അവിടെ വീട്ടിലാ വന്നണോ? സുന്ദരി ആയിണ്ട് പൊന്നാ. നോട്ടെ ഇങ്ങോട്ട് നോക്ക് സനിയ. മടിയൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് പോവല്ലേ. ഒരു താറ്റ ഓടിച്ച എല്ലാവർക്കും. ഇന്ന് എന്താണോ നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ബേഗ് തൂക്കിക്കോ. ഞാൻ കൺമഷി കണ്ണൊക്കെ ആകെ പരന്ന് ജലദോഷം പിടിച്ചു. ഞങ്ങളുടെ കണ്ടില്ലേ ഈ ബാഗിലാകെ കരിമ്പനെ പിടിച്ചു. ഇത് സനുവിൻ്റെ ഇഷ്ടത്തിനെടുത്ത ബാഗാണില്ലേ യെല്ലോ അല്ലേ. എന്നിട്ട് ആരും ചീത്ത പറഞ്ഞു? അച്ഛൻ ചീത്ത പറഞ്ഞില്ലേ? മഞ്ഞ ബാഗ് എടുത്തേനെ. സാരല്ല, അതൊന്നും ഞങ്ങൾക്ക് സാരല്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ ബാഗ് പോയി അടുത്ത ബാഗ് കിട്ടും. അമ്മ ആക്കാൻ പോയി. ഇവിടെ മതി കുഞ്ഞാ, ഇനി വന്നിട്ട്. അയ്യോ നേരം വൈകി കൊടുത്ത്. കളറൊക്കെ പിന്നെ വന്നിട്ട് എന്നാ. അയ്യോ സാനിയോ അത് നേരം കൊണ്ടത് മാദ്യ പോന്നെ. പോവാ നോക്ക്, ബസ് നേരം വൈകൂട്ടോ. ആ ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസമായിട്ട് ടീച്ചർ പറയും സാൻവി നേരം വൈകി പറയും ഇല്ലേ. എല്ലാവരും പോവും. ഈ റിബൺ നമുക്ക് മാറ്റണം, എന്നിട്ട് പുതിയ നീല വാങ്ങണമല്ലേ. കളറൊക്കെ എണ്ണീട്ട് പോകുമ്പോഴേക്കും വൈകുന്നേരം ആവട്ടോ. അമ്മ എണ്ണി വെക്കാം, കുട്ടി എടുത്ത് വെച്ചോ. എന്തൊക്കെയോ ഇതിലുണ്ട്. സാനു വേഗം നേരം വൈകും. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. 16 ഒന്നുകൂടി പറയും. 16 ഒന്നുകൂടി പറയും. 16 ഒന്നുകൂടി പറയും കുഞ്ഞ. 60.
അങ്ങനെ ദേ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് സരിക്കുട്ടീനെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. ഇത്ര നേരമായിട്ട് നമ്മുടെ കുഞ്ഞാറ്റ നീച്ചിട്ടില്ല കേട്ടോ. ഞാനിതാ അച്ഛൻ മാരിമങ്കോവെന്ന് നേതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. അതിൽ കുറച്ച് പഴവും ശർക്കരയുടെയൊക്കെ ഉണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ചെറിയൊരു മധുരവും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേദ്യം ആണ് കഴിക്കണത്. സനിക്കുട്ടീനെ അമ്മ കൊണ്ടയാക്കാൻ പോകുന്ന നേരത്ത് നമ്മുടെ കുഞ്ഞാറ്റം നീച്ചിട്ടുണ്ടെങ്കിൽ അവളും കൂടെ പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ കറക്റ്റ് 9 മണി ആവണേ ഉള്ളൂ കേട്ടോ. 8:45 കേട്ടോ നമ്മുടെ സനു പോവാറുള്ളത്. കണ്ടില്ലേ, കുഞ്ഞാറ്റ തൊട്ടിയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് നീച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നീച്ച് കഴിഞ്ഞ് ചിലപ്പോൾ കരഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ തന്നെ ഉമ്മറത്തന്നെ സോഫയിൽ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചേലക്കരയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മേമയും പിള്ളേരൊക്കെ പോകുന്ന കാരണം ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റൈസും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ പാത്രത്തിലാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡും വെള്ളം കുപ്പിയൊക്കെ കൊണ്ടുപോകുമ്പോൾ പേടിയാണ്. ബാഗ് എപ്പോഴാണ് പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം കനമൊക്കെ കൂടുന്നവരും നമ്മുടെ ബാഗ് അതിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇന്ന് ഭയങ്കര ഒരു ടെൻഷനാണ്. എന്താ പറയുക, ഇത്രയും ദിവസം സനുക്കുട്ടി ആയാലും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അവളുണ്ടായിരുന്നു. പിന്നെ മേമ, കുട്ടികളെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് ഇതാ കുഞ്ഞാറ്റ ഒറ്റയ്ക്കാണ്, ആരുമില്ല. ഞാനും പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. പിന്നെ അതേ എൻ്റെ ബാഗിലുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്താ പറയുക, മലപ്പുറം കത്തി അമ്പും വില്ലും പറഞ്ഞ അവസ്ഥ ഇതിലില്ലാത്തൊന്നുമില്ല. പിന്നെ സനു കാണിച്ച് അവളുടെ സ്ലൈഡ് അഴിച്ചിട്ടും അതൊക്കെ എല്ലാം അതിടും. പിന്നെ അതാ ഞാൻ എൻ്റെ കമ്മലൊക്കെ അതിലാണ് ഇട്ടിട്ട് വയ്ക്കാറില്ല. പിന്നെ ബാഗിൽ ഞാൻ എപ്പോഴും നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഇതിന് മുന്നേ പനി വന്നിട്ട് ഫിക്സ് ആയ കാരണം എപ്പോഴും ഞാൻ കയ്യിൽ എവിടേക്ക് പോകുമ്പോഴും ഞാൻ ആ ഫിക്സിൻ്റെ ഗുളികയും ആ ഒരു സ്ലിപ്പും മറക്കാണ്ട് ബാഗിൽ തന്നെ വെക്കാറുണ്ട് കേട്ടോ. ഒരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ബാഗിൽ തന്നെ വെക്കാറുണ്ട്. ഞാനിതാ രാവിലെ കയ്യിൽ മൈലാഞ്ചി സനുവിനെ ഇട്ട് കൊടുത്തപ്പോൾ എഴുതിയതാണ് കേട്ടോ. സാന്ദ്ര അരുൺ എന്നൊക്കെ. എന്താ പറയുക, വലിയ ഡിസൈനൊന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടി കുട്ടിയിട്ട് എഴുതി വെച്ചാൽ. പിന്നെ കണ്ടില്ലേ, ഞാൻ എന്താ കറക്റ്റ് പോവാൻ നിൽക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റം നീച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പോകുന്ന ടൈമിൽ അങ്ങനെ ഉറങ്ങുകയാണെന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീച്ച് വന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പം വേഗം പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ രാവിലെ ഓട വറുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തുകയാണ് ചെയ്തിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ കൂടെ ഇന്നോട്ട് അമ്മ പോയിട്ട് വരുമ്പന്ന ടാറ്റ പോട്ടെ അമ്മ പോട്ടെ. ഞാൻ പോകുമ്പോഴുള്ള ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവൾ ഓക്കെ ആവാറുണ്ട്. ഇവിടെ അമ്മ പറയും, ഞാനപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ കുറച്ച് നേരം കരഞ്ഞ ആ ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നൊക്കെ ഫുള്ള് കളിയും ചിരിയാവും. അപ്പോൾ ഞാനിത് അവൾക്ക് പാലൊക്കെ കാച്ചി ഒക്കെ കൊടുക്കാനുള്ളതിലാട്ടോ. പക്ഷേ അവൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അത് ഓടയും കൊണ്ട് അടുത്ത വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഞാൻ പോണതിന് മുന്നേ കുറച്ച് നേരം അവിടെ പോയി ഇരുത്തി കളിയും ചിരിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷെ എന്താണെന്നറിയില്ല, എന്നത്തെയും പോലാട്ടോ ഒന്ന് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഓക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വിത്തിൽ കൂനുണ്ടായതാണ് കേട്ടോ. നമ്മുടെ ഈ മഷ്റൂമിൻ്റെ വിത്ത് അത്യാവശ്യം നല്ല പാകമായപ്പോൾ അതിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ അത് അത്യാവശ്യം നമ്മൾ 100 ബഡോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബായ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.